ഈശോമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിൽ പരിശുദ്ധ അമ്മ സഭയുടെ മാതാവ് എന്ന ഓർമ്മ തിരുനാൾ ആഘോഷിക്കുകയാണ്. പന്തക്കുസ്താ ദിനം കഴിഞ്ഞ ദിനം തന്നെ, അതിനുശേഷം വരുന്ന ദിവസം പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സഭയുടെ അമ്മയായി പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കിയാണ് നമ്മൾ ഇന്ന ദിവസം ആഘോഷിക്കുക. നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്ത് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ കാണാൻ പറ്റും. കാലിത്തൊഴുത്ത് മുതൽ കുരിശിൻ്റെ ചുവട് വരെ കർത്താവിനോടൊപ്പം നടന്ന് രക്ഷാകര പദ്ധതിയിൽ കൂടെ നടന്നവളാണ് പരിശുദ്ധ അമ്മ. അവിടെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു രംഗം നടക്കുന്നുണ്ട്. അതായത് കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഈശോയെ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഹന്നാൻ ശ്ലീഹായോട് ഈശോ പറയുന്ന കാര്യം, ഇതാ നിൻ്റെ അമ്മ. പരിശുദ്ധ അമ്മയെ ശിഷ്യൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിച്ച് ഒരു വലിയ ഉത്തരവാദിത്വം നൽകിയാണ് ഈശോ വിടവാങ്ങുക. നമുക്കറിയാം അമ്മമാരുടെ സ്നേഹം, അപ്പന്മാരുടെ സ്നേഹത്തിൽ അവർക്കും സ്നേഹമുണ്ട്, സ്നേഹമില്ലെന്നല്ല, സ്നേഹമുണ്ട്. അവർക്ക് കൂടുതലും ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് മക്കളിലുണ്ടാകും. അവർ എന്ത് സാഹചര്യമാണെങ്കിലും എന്തൊക്കെ പ്രതിസന്ധികളൊക്കെ ആണെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യും എന്നുള്ളൊരു വലിയൊരു ബോധ്യവും ഉറപ്പുമൊക്കെ അപ്പന്മാർക്കുണ്ട്. അതേസമയത്ത് അമ്മമാർക്ക് എപ്പോഴും അവരുടെ ഒത്തിരിയേറെ ആകുലതകളുണ്ട്. അവരെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, മോനെ നീ ഓക്കെ ആണോ, വല്ല പനിയോ ജലദോഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ആണോ ഓക്കെ ആണോ എന്ന് 100 പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരിക്കും. അത് ആ അമ്മമാരുടെ ആ മനസ്സാണ്. ഇതേപോലൊരു മനസ്സ് സഭയിലെ എല്ലാ വിശ്വാസികളുടെ ജീവിതങ്ങളിലും ലഭിക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയെ സഭയുടെ മാതാവാക്കി നമുക്ക് നൽകുകയാണ്. ഈശോ പരിശുദ്ധ അമ്മയ്ക്ക് ഇതുപോലൊരു പ്രാധാന്യം കൊടുക്കാനുള്ള കാര്യം വചനം നമുക്ക് കാണിച്ചു തരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ദൈവം അരുളി ചെയ്ത ഓരോ കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ നിറവേറും എന്ന് പൂർണ്ണമായി വിശ്വസിച്ചവളാണ് പരിശുദ്ധ അമ്മ. അതായത് മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ സകലതും തകിടം മറിഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളാണ്. പക്ഷേ അവിടെയൊക്കെ ദൈവിക പദ്ധതി അത് കാണുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈശോ ഉള്ളിൽ രൂപപ്പെട്ട സമയത്ത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ തൻ്റെ മാനുഷികമായ കണ്ണുകളിലൂടെ കാണുന്നതിനേക്കാൾ ഉപരിയായി തൻ്റെ ജീവിത സാഹചര്യങ്ങളെ മുഴുവനും ദൈവിക കണ്ണുകളിലൂടെ, ഈശോയുടെ കണ്ണുകളിലൂടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണാനായിട്ട് പരിശ്രമിച്ചവളാണ് പരിശുദ്ധ അമ്മ. മാനുഷികമായിട്ട് ആ ഒരു പരിശുദ്ധ അമ്മ കടന്നു പോയ സാഹചര്യത്തിലൊക്കെ നമ്മൾ നോക്കിയിരുന്നെങ്കിൽ അവിടെ തകർന്നു പോകാനും അല്ലെങ്കിൽ എപ്പോഴും പരാതികളും പരിഭവവും ഒക്കെ ആയിട്ട് നടക്കാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഇതിനെയൊക്കെ ധീരതയോടെ ഏറ്റെടുക്കുക. കാരണം പരിശുദ്ധ അമ്മ ജീവിത സാഹചര്യങ്ങളെ മുഴുവനും കണ്ടത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നാണ്. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴും സങ്കടം മുഴുവൻ ഒത്തിരിയേറെയുണ്ട്. ഉള്ളിലൊതുക്കിയാണ് മകൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുക. പക്ഷേ അവിടെയൊക്കെ തളർന്നു പോകുന്ന അമ്മയെ കാണാൻ പറ്റത്തില്ല. ഒരു ശവടക്കനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം ചങ്ക് പൊട്ടി കരഞ്ഞ് അവരുടെ വേർപാടിൽ വിലപിക്കുന്ന ഒത്തിരിയേറെ ആളുകളെ കാണാൻ പറ്റും. അത്രമാത്രം വേദനകൾ സഹിച്ച് പീഡകൾ സഹിച്ച് കുരിശിൽ മരിക്കുന്ന ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ തളർന്നു വീഴാതെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്കവിടെ കാണാൻ പറ്റും. ഇതുപോലെ ഒരു അമ്മയെയാണ് സഭയുടെ മാതാവായിട്ട് നമുക്ക് തന്നത്. സഭയുടെ ആദ്യത്തെ അംഗമാണ് പരിശുദ്ധ അമ്മ. ഇതുപോലെ അമ്മയെ ശക്തമായി നമ്മുടെയൊക്കെ കൂടെ നടക്കുന്ന, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ നമ്മുടെയൊക്കെ കൂടെ ആയിരിക്കുന്ന ഈ ഒരു വലിയ സാന്നിധ്യത്തെ സഭയുടെ അമ്മയായിട്ട് ഈശോ നമുക്ക് നൽകുന്നുണ്ട്. ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാനും, പരിശുദ്ധ അമ്മയ്ക്ക് വില നൽകാത്തൊരു സഭയല്ല കത്തോലിക്കാ സഭ. പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു ബഹുമാനവും ആദരവും ഒക്കെ കൊടുത്താണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കാം. ഈ ഒരു വലിയ തിരിച്ചറിവ് ലഭിക്കുവാനും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആ ഒരു ഗുണങ്ങളൊക്കെ, പുണ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിനു വേണ്ട എല്ലാ കൃപകളും ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.